ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ നിഫ്റ്റിയും സെൻസെക്സും വീണ്ടും അതിൻ്റെ ഓൾ ടൈം ഹൈ ഭേദിച്ച് മുന്നോട്ട് പോയൊരു ദിവസം, ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള മറ്റൊരു ദിവസമാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലൊക്കെ എത്തി നിൽക്കുമ്പോഴും ആ ഒരു ഓൾ ടൈം ഹൈയിലുള്ള ആ ഒരു പ്രൈസ് റേഞ്ച് വീണ്ടും ഹോൾഡ് ചെയ്യുകയും അവിടെ നിന്ന് നിഫ്റ്റി മുന്നോട്ട് പോകണമെങ്കിൽ എത്ര ശക്തമായിട്ടുള്ള ബൈയിങ് വേണം മാർക്കറ്റിൽ, അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ബൈയിങ് കണ്ട ഒരു ദിവസമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. നിഫ്റ്റി ഏറ്റവും ഒരു ഹാൻഡിൻ്റെ ഒരു പിക്ചർ കാണാൻ സാധിക്കും, ഒരു സിമ്പിൾ. അത് ഗ്യാപ്പ് അപ്പ് ആണ്, ഒരു ബ്ലൂ കളർ ഹാൻഡ് ഉള്ളത്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഒരേ ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോവുകയും ഏകദേശം ഒരു 22,700 ആ ഒരു പരിസരത്ത് വെച്ചിട്ട് മാത്രമാണ് നിഫ്റ്റിയിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 22,640 എന്ന റേഞ്ചിലേക്ക് എത്തി നിൽക്കുന്നത്. 22,640 ഇന്നത്തെ മേജർ സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത്. അവിടെ നിന്ന് വീണ്ടും നിഫ്റ്റി മുന്നോട്ട് പോയി വീണ്ടും കൺസോളിഡേറ്റ് ചെയ്ത് 22,661 ക്ലോസ് ചെയ്ത ഒരു മാർക്കറ്റ് അതിഗംഭീരമായിട്ട് നിഫ്റ്റി മുന്നോട്ട് പോയപ്പോൾ ഇന്ന് ഓട്ടോ സെക്ടറിൽ നിന്ന് ഐഷർ മോട്ടേഴ്സും മാരുതി സുസുക്കിയും M&M മാർക്കറ്റിന് ശക്തമായ പിന്തുണ നൽകി 3 മുതൽ 4% വരെ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളെല്ലാം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഓട്ടോമൊബൈൽ അസോസിയേഷൻ്റെ ഒരു ഓട്ടോമൊബൈൽ ഒരു സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ് മികച്ച ഒരു നേട്ടത്തിന് കാരണം. NTPC, JSW സ്റ്റീൽ തുടങ്ങിയ കമ്പനീസാണ് മികച്ച നേട്ടം കൈവരിച്ചിട്ടുള്ള നിഫ്റ്റി 50 കമ്പനീസ്. നിഫ്റ്റി 50 പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് അദാനി പോർട്ട്, നെസ്ലെ, അപ്പോളോ ഹോസ്പിറ്റൽ, വിപ്രോ, മൈൻട്രി തുടങ്ങിയ കമ്പനീസാണ്. വിപ്രോയുടെ എല്ലാം തന്നെ ചെയർമാൻ MD റിസൈൻ ചെയ്ത ന്യൂസ് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാർക്കറ്റിൻ്റെ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് വരുമ്പോൾ നിഫ്റ്റി BSE സ്റ്റോക്കുകളെല്ലാം തന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 400 ലക്ഷം കോടി രൂപ കവിഞ്ഞു എന്നുള്ളതാണ്. ഓട്ടോ സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തി. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ അസോസിയേഷൻ പുറത്തുവിട്ട ഓട്ടോ സെയിൽസ് റിപ്പോർട്ടിൽ ഐഷർ മോട്ടോഴ്സും മാരുതിയും മികച്ച ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് കൈവരിച്ചതാണ് ഓട്ടോ സെക്ടർ ഇന്ന് മുന്നോട്ട് പോകാനായിട്ട് കാരണമായിട്ടുള്ളത്. ഓൾട്ടാസും ഇന്ന് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ റാലി രേഖപ്പെടുത്തി. AC വർധനവ്, ACയുടെ വിൽപ്പന ഇവർ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ചൂട് കാരണം ACയുടെ എല്ലാം തന്നെ വിൽപ്പന കൂടുമെന്ന് നമ്മൾ കുറേ നാൾ മുമ്പ് തന്നെ നമ്മൾ ന്യൂസുകളിലെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈവൻ ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിലും ഓൾട്ടാസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് നമ്മൾ കവർ ചെയ്തിരുന്നു. കണ്ടവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ ഇന്നത്തെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, സ്വിങ്, ഇൻട്രാഡേ ഈ കോഴ്സുകൾ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഓപ്ഷനൊക്കെ നമുക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാം. സ്വിങ്ങും ഇൻട്രാഡേയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിച്ചാലും മതി. ഈവൻ ഓപ്ഷനും ഓൺലൈനായിട്ട് പഠിക്കാം. വരാൻ പറ്റാത്ത ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രീസിൽ നിന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തി. ഹുണ്ടായി, കിയ തുടങ്ങിയ കമ്പനീസായിട്ട് EV ബാറ്ററി ലോക്കലൈസേഷൻ ബിസിനസ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണിത്. മസഗോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി 20% ആനുവൽ ടേൺ ഓവർ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണുള്ളത്. ആസർ DM ഇന്ന് റാലി രേഖപ്പെടുത്തി. കമ്പനി ഇൻട്രീം ഡിവിഡൻഡ് ഏപ്രിൽ 12 ഇവർ പ്രഖ്യാപിക്കും. ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമെന്നുള്ള ന്യൂസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ന്യൂസ് ചാനലിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡേറ്റ് അന്ന് കൺഫേം ആയിരുന്നില്ല. ഇന്ന് ഡേറ്റ് കൺഫേം ആയി, ഏപ്രിൽ 12. അപ്പോൾ ഇപ്പോഴും ആളുകൾക്ക് സംശയമുണ്ട് ഡിവിഡൻഡ് ഡേറ്റുകളെ സംബന്ധിച്ച്. 3 ഡേറ്റാണ് ഉള്ളത്. അതിൻ്റെ ഡിക്ലെയർഡ് ഡിവിഡൻഡ് കൊടുക്കുമെന്നുള്ള ഡേറ്റ്, അതാണ് ഏപ്രിൽ 12 കൊടുക്കുമെന്നുള്ള ആ ഒരു വാർത്തയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ന്യൂസ്. അതിനുശേഷം ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് ഉണ്ട്, പിന്നെ പേ ഔട്ട് ഡേറ്റ് ഉണ്ട്. ആ 3 ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട്, ചെക്ക് ചെയ്യാം. ഗ്ലാൻ ഫാർമ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയുള്ള ഒരു പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ച ന്യൂസ് സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളതാണ്. മുത്തൂറ്റ് മൈക്രോഫിൻ കമ്പനി റാലി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇവരുടെ മികച്ച രീതിയിലുള്ള ലോൺ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി കിട്ടിയിരുന്നു. JSW സ്റ്റീൽ കമ്പനി സ്റ്റോക്ക് മികച്ച സ്റ്റീൽ പ്രൊഡക്ഷൻ, എക്കാലത്തെയും മികച്ച ഒരു സ്റ്റീൽ ആനുവൽ പ്രൊഡക്ഷൻ കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിലയൻസ് ജിയോ ടെലികോം മേഖലയിൽ 35 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ട്രായുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ടെലികോം മേഖലയിൽ എയർടെലിനെല്ലാം തന്നെ ബഹുദൂരം പിന്തള്ളിയാണ് ജിയോ അതിവേഗം മുന്നോട്ട് കുതിക്കുന്നത്. അതും എല്ലാ മാസം കൺസിസ്റ്റൻ്റ് ആയിട്ടെന്നുള്ള ന്യൂസ് കാര്യം നിങ്ങൾ ഓർക്കുക. ഗോൾഡിൻ്റെ പ്രൈസ് ഒരു 10 ഗ്രാമിന് 71,000 എന്ന റേഞ്ച്
എത്തി നിൽക്കുകയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലും സംസ്ഥാനത്തും. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണമാണ് സ്റ്റോക്കിൻ്റെ വില കൂടുന്നത്. മേ ബി പല രാജ്യങ്ങളിലുള്ള സെൻട്രൽ ബാങ്കുകളെല്ലാം തന്നെ കരുതൽ ധനം എന്ന രീതിയിൽ ഗോൾഡിൻ്റെ എല്ലാം തന്നെ ഗോൾഡെല്ലാം തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടാവാം. കഴിഞ്ഞ ഇയറിൽ മിഡോട് കൂടിയിട്ട് ഇന്ത്യ ഉൾപ്പെടെ അല്ലെങ്കിൽ ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഗോൾഡ് ഇങ്ങനെ കരുതൽ ധനം എന്ന രീതിയിൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഗോൾഡ് ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടു പോകാനായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിട്ടുള്ളത്. ഇനി IPOയിലേക്ക് വരുമ്പോൾ ഭാരത് എയർടെലിൻ്റെ ഉപകമ്പനിയായിട്ടുള്ള ഭാരത് എക്സാക്കോൺ IPO ലിസ്റ്റിംഗ് ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയിട്ടുണ്ട്. ഏപ്രിൽ 8 അറിയാൻ സാധിക്കും. പല വെബ്സൈറ്റിലൂടെ BSEയുടെ വെബ്സൈറ്റിലൂടെ തന്നെ നമ്മുടെ പാൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിയോ ഇല്ലയെന്ന് അറിയാൻ സാധിക്കും. അതല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പൈസ തിരികെ വരും എന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. ഗെയിൽ അവരുടെ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഗെയിലിനെ അപ്ഗ്രേഡ് ചെയ്തു. കീസ്റ്റോൺ റിയാലിറ്റി കമ്പനി റിയാലിറ്റി മേഖലയുള്ള ഒരു ലീഡിംഗ് കമ്പനിയാണ്. 41% ഇയർ ഓൺ ഇയർ അവരുടെ സെയിൽസ് അവർ വർദ്ധിച്ച് എന്നുള്ള ന്യൂസ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസും 3000 കോടി രൂപ അവരുടെ ഹോം സെയിൽസ് 3 days കൊണ്ട് ഒരു ഗുരുഗ്രാമിൽ ഡൽഹിയിൽ ഉള്ള പുതിയ പ്രൊജക്റ്റിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചു. ഇത്തവണത്തെ റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്താത്തത് റിയാലിറ്റി മേഖലയിൽ കൂടുതൽ ലോണുകൾ വീണ്ടും ഇഷ്യൂ ചെയ്യാനും ആളുകൾ കൂടുതൽ വീടുകൾ വാങ്ങാനും കാരണമാകും. അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് പൊതുവെ കണക്ക് കൂട്ടൽ. SCVN കമ്പനി ആസാം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് പുതിയ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. ഒമാക്സ് സ്റ്റേഡിയം ഹോസ്പിറ്റൽസ് 150 കോടി രൂപയുടെ കമ്പനി ചെയ്യാനായിട്ട് ധാരണയായി. RVNL കമ്പനി ഒമാനിൽ മിഡിൽ ഈസ്റ്റിലെ ഒമാനിൽ ഒരു പുതിയ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 40 കോടി രൂപയിലേക്ക് Q4 റിസൾട്ട് ബലമാണ്. അവർ മികച്ച രീതിയിലുള്ള അറ്റാദായം രേഖപ്പെടുത്തി. ലാൻഡ്മാർക്ക് കാർ കമ്പനി റോൾസ് റോയ്സ് ആയിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ ഇന്ത്യ വിക്സ് 2.4% സ്പൈക്കായി 11.6. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള UK, ഫ്രാൻസ്, ജർമ്മനി എല്ലാം തന്നെ പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ 72 ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്, നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2337 പെർ ഔൺസ് എന്ന നിലയിലാണ് ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാളെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് 21,600 സ്പോട്ട് 22,000 മേജർ റെസിസ്റ്റൻസ് സോൺ, 21,200 മേജർ സപ്പോർട്ട് സോൺ. സ്പോട്ടിൽ നിന്ന് ഏകദേശം വളരെ അടുത്താണ് സപ്പോർട്ട് സോൺ ഉള്ളത്. PCR 1 എന്ന നിലയിലാണ് ഉള്ളത്. ഇനി ബിറ്റ്കോയിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബിറ്റ്കോയിനിൽ ഒരുപാട് ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാം, ട്രേഡ് ചെയ്യുന്നുണ്ടാവാം. എന്ത് തന്നെയായാലും ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം അതിൻ്റെ റിട്ടേണിൻ്റെ 30% ആണ് അതിൻ്റെ ടാക്സ് ഉള്ളത്. ഇൻകം ടാക്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ബിറ്റ്കോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള റിട്ടേൺ എത്രയാണ് എന്നുള്ളത് സെപ്പറേറ്റ് നമ്മളത് ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻകം ടാക്സ് നിങ്ങൾ ഫയൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് കൃത്യമായിട്ട് അത് പറയുക. അതല്ല എങ്കിൽ നമ്മളുടെ അക്കൗണ്ട് തന്നെ നമ്മുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് നമ്മൾ സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്കൊക്കെ ഓപ്പൺ ചെയ്ത അതേ അക്കൗണ്ട് തന്നെയായിരിക്കാം മേ ബി നിങ്ങൾ ബൈനാൻസിലോ അല്ലെങ്കിൽ ഡെൽറ്റയിലോ എല്ലാം തന്നെ കൊടുത്തിരിക്കുക. അപ്പോൾ അതേ അക്കൗണ്ടിന് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു അവയർനെസ്സിന് വേണ്ടി പറയുകയാണ്, നമ്മൾ സെറോദ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതൊരു ബാങ്ക് ആയിരിക്കുമല്ലോ. ആ ബാങ്കാണ് നമ്മുടെ പ്രൈമറി ബാങ്ക്. അപ്പോൾ ആ ഒരു പ്രൈമറി ബാങ്കിൽ നമ്മൾ പരമാവധി ഈ പല വെബ്സൈറ്റിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ കാണുന്ന ഈ ചികിത്സാ സഹായം അങ്ങനെയുള്ള അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ പണം അയക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സെറോദയോ അല്ലെങ്കിൽ അപ്സ്റ്റോക്കോ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ആ ബാങ്കിൽ നിന്ന് ഗൂഗിൾ പേ അയക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് ആ ഒരു ദിവസം ഒരുപാട് പേയ്മെൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർ റെഡ് ഫ്ലാഗിൽ വരും, ഓട്ടോമാറ്റിക്കലി റെഡ് ഫ്ലാഗിൽ വരും. എന്തൊക്കെയോ ഒരു ക്രൈറ്റീരിയ പ്രകാരം റെഡ് ഫ്ലാഗിൽ വരും. അപ്പോൾ അവർക്ക് വീണ്ടും നമ്മുടെ പ്രൈമറി ബാങ്കിൽ നിന്ന് പണം അയക്കുമ്പോൾ വീണ്ടും അങ്ങനെ ഇഷ്യൂസ് നമ്മൾ ആ ഒരു പ്രൈമറി ബാങ്കും ആ ഒരു റെഡ് ഫ്ലാഗ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അങ്ങനെ വരുമെന്നല്ല, സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ അക്കൗണ്ടിൽ നമ്മൾ പണം അയക്കുക. കാരണം നമ്മളുടെ
ഡീമാറ്റ് അക്കൗണ്ട് ഉള്ള ബാങ്ക് അക്കൗണ്ട് വളരെ ചുരുക്കം, എൻ്റെ സിമ്പിളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മളത് വളരെയധികം പൊന്നുപോലെ സൂക്ഷിക്കുക. അതിൽ നിന്ന് യാതൊരു നമ്മളറിയാത്ത ആളുകൾക്ക് പൈസ അയക്കുകയോ അതിൽ നിന്ന് മറ്റേ ക്രിപ്റ്റോയൊക്കെ ചെയ്യുമ്പോൾ P2P വഴിയൊക്കെ ഫണ്ടൊക്കെ റിസീവ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈമറി അക്കൗണ്ടിന് എന്തൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അക്കൗണ്ട് ഫ്രീസൊക്കെ ആവണ ആ ഒരു സിനാരിയോ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു നമ്മുടെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. താങ്ക് യു ഓൾ.